കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ റോൾ ഡ്രൈവിൻ്റെ സ്റ്റാർട്ടിങ്ങിനെ കുറിച്ച് പറഞ്ഞു. നമുക്ക് ഏത് ബിസിനസ്സും സ്റ്റാർട്ട് ചെയ്യാൻ ഭയങ്കര ആവേശവും സ്റ്റാർട്ട് ചെയ്യുക എന്ന് നമുക്ക് ഭയങ്കര ഡോപാമിൻ തരുന്ന ഒരു കാര്യമാണ്. ഇതിൻ്റെ നമ്മളൊരു പുഴയിലോട്ടോ ഒരു കടലിലോട്ടൊക്കെ എടുത്ത് ചാടും പോലെ ചാടിക്കഴിഞ്ഞാലാണ് അവിടെ നിലനിൽക്കണമെങ്കിൽ എന്തെല്ലാം ചെയ്യണം എന്നുള്ള കാര്യങ്ങൾ നമുക്ക് മനസ്സിലാകുന്നത്. നമ്മൾ മുന്നൊരുക്കങ്ങൾ നടത്തിയാലും നമ്മൾ കാണാത്ത ഒരുപാട് ഗ്രേ ഏരിയകൾ, പ്രത്യേകിച്ച് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഞങ്ങളുടെ ഒരു അൺസ്ട്രക്ചേർഡ് ബിസിനസ് ആയതുകൊണ്ട് വേറൊരു മോഡലിനെ കോപ്പി ചെയ്യാനില്ല, വേറൊരു നല്ല സ്റ്റാഫിനെ പോലും കിട്ടാനില്ല. കാരണം ഞങ്ങൾ ഇന്ന് ഓടിക്കൊണ്ടിരിക്കുന്ന ഒരു പ്രിയോണ്ടിലെ ഞങ്ങളുടെ ടീം മെമ്പർ പോലെയുള്ള ഒരു ടീം മെമ്പർ അന്ന് കിട്ടാനില്ല. അപ്പോൾ എല്ലാ ഭാഗത്തും വെല്ലുവിളികൾ മാത്രം. ഗവൺമെൻറ്റിൻ്റെ സൈഡിലോട്ട് പോയാൽ ഒരു കൃത്യമായ പ്രോസസ്സ് ഇല്ല, കൃത്യമായ മാർഗനിർദ്ദേശങ്ങളില്ല. GST പോലെയുള്ള കാര്യങ്ങളാണെങ്കിലും വളരെ ഹൈ ആയിട്ടുള്ളൊരു സ്ട്രക്ചർ. ഇങ്ങനെ ഏത് ഭാഗത്ത് നോക്കിയാലും വെല്ലുവിളികളുടെ ഒരു കൂമ്പാരം. നമുക്ക് ആദ്യമായിട്ടൊരു ബിസിനസ് മോഡലിനെ ഡെവലപ്പ് ചെയ്യുന്നവർ അനുഭവിക്കുന്ന വലിയൊരു ബുദ്ധിമുട്ടാണ്. അതിൽ നിന്ന് അവിടെ നമ്മൾ എടുക്കേണ്ടി വന്നൊരു എഫേർട്ട് ഉണ്ട്, വളരെ വലിയൊരു എഫേർട്ടായിരുന്നു. നല്ലൊരു ടീമിനെ സെറ്റ് ചെയ്യണം. പലർക്കും ഇത് സക്സസ് ആകുമോ, അവർ വർക്ക് ചെയ്യുന്ന വലിയ കമ്പനികളിൽ നിന്ന് വിട്ട് നമ്മളെ കൂടെ കൂടിയാൽ എന്ത് സംഭവിക്കും എന്നുള്ള പേടി, നല്ല ടീമിനെ കിട്ടാത്ത അവസ്ഥ, ഇങ്ങനെ ഒരുപാട് ബുദ്ധിമുട്ടുകളുടെ ഇടയിൽ നിന്നാണ് ഞങ്ങൾ ഈ ആശയത്തെ ഊതിക്കാച്ചി കൊണ്ടുവന്നത്. പക്ഷേ ഇതിൽ വന്നൊരു ബ്യൂട്ടി എന്താ വെച്ചാൽ, ഇന്ന് റോയൽ ഡ്രൈവിൻ്റെ എവരി പ്രോസസ്സ് വളരെ ക്ലിയർ ആയിട്ട് എൻ്റെ തലച്ചോറിലുണ്ട്. അത് അത്രയും ക്ലാരിറ്റി വരാൻ ഞങ്ങൾക്ക് അത്രയും താഴെ തട്ടുന്ന് വന്നു എന്നതുകൊണ്ട് മാത്രമാണ് കഴിയുന്നത്. ഇതിനെല്ലാം ഒരു പേപ്പറിലാക്കി ഒരു SOP ഉണ്ടാക്കി ഫ്ലോ ചാർട്ട് ഉണ്ടാക്കി പറയാൻ വളരെ ഈസിയാണ്. പക്ഷേ നാട്ടിലില്ലാത്ത ഒരു ബിസിനസ് മോഡൽ SOP ഉണ്ടാക്കുമ്പോൾ ഇന്ന് AI പോലുള്ള സപ്പോർട്ടീവ് സംവിധാനം ഉണ്ട്, അന്ന് അതൊന്നുമില്ല. വളരെ ടൈം ഞാനും എൻ്റെ ടീമും ഒരുപാട് ദിവസങ്ങൾ കഷ്ടപ്പെട്ടിട്ടാണ് ഇതെല്ലാം നിർമ്മിച്ചെടുത്തത്. ആക്ച്വലി ഇതൊരു ഐസ്ബർഗാണ്. പുറത്തുനിന്ന് കാണുന്നവർ കരുതുന്ന ഒരു ഫാൻറ്റസി വേൾഡ് അല്ല. വളരെ പരിശ്രമത്തിൻ്റെ ഭാഗമായി ഞങ്ങളുടെ എവരി പർച്ചേസ് അത്രയും ക്രൂഷ്യലാണ്. കാരണം കസ്റ്റമറെ നോക്കണം, കാറ് നോക്കണം, കാറിൻ്റെ ഹിസ്റ്ററി നോക്കണം, കസ്റ്റമർ ഹിസ്റ്ററി നോക്കണം. 50 ലക്ഷം അല്ലെങ്കിൽ 1 കോടി രൂപയുടെ റിസ്ക് ആണ് അതിൽ വരുന്നത്. അപ്പോൾ അത്രയും സൂക്ഷിച്ചും സൂക്ഷ്മമായൊക്കെ ചെയ്യേണ്ട ബിസിനസ്. എന്നെ പലപ്പോഴും അത്ഭുതപ്പെടുത്തുന്നത്, ഞങ്ങൾ ഇത്രയും 360 ഡിഗ്രിയിൽ ചെയ്തു പോകുന്നു, ദൈവത്തിൻ്റെ അനുഗ്രഹത്താൽ നല്ല രീതിയിൽ പോകുന്നു. ഇതൊന്നും ഇല്ലാതെ കുറേ ആളുകൾ ബിസിനസ് ചെയ്യുന്നുണ്ട്. അവരെങ്ങനെയാണ് ഈ മേഖലയിൽ പിടിച്ചു നിൽക്കുന്നത്, അല്ലെങ്കിൽ എങ്ങനെ ഇവരിതിനെ മാനേജ് ചെയ്ത് കൊണ്ടുപോകുന്നു എന്നുള്ളത് എനിക്കിപ്പോഴും അത്ഭുതമുണ്ട്. കാരണം എനിക്ക് എൻ്റെ സർവീസും എൻ്റെ ക്വാളിറ്റിയും ഇപ്പോഴും എനിക്ക് ഞാൻ ഉദ്ദേശിക്കുന്ന രീതിയിൽ ആയിട്ടില്ല എന്നുള്ള ചിന്തയിലാണ് ഞാൻ ഓടിച്ചുകൊണ്ടിരിക്കുന്നത്.